ഹരേ കൃഷ്ണ. രാശിചക്രത്തിന്റെ തുടക്കമായ മേടം രാശിയിൽ ജനിച്ച പ്രിയപ്പെട്ടവരെ, 2026 മെയ് മാസത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ മെയ് മാസം കേവലം ഒരു കലണ്ടർ മാസമല്ല, മറിച്ച് ഗ്രഹങ്ങളുടെ വലിയൊരു മാറ്റത്തിന് വേദിയാകുന്ന സമയമാണ്. മേടം രാശിയിൽ ജനിച്ച നിങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽ പിറന്നവർ. ഈ മാസത്തെ ഗ്രഹസ്ഥിതിയെ എങ്ങനെ നേരിടണം, നിങ്ങളുടെ ആരോഗ്യം, കരിയർ, പ്രണയം, സാമ്പത്തിക നില എന്നിവയിൽ എന്ത് മാറ്റങ്ങൾ വരുന്നു, ഈ വീഡിയോയിൽ പൂർണ്ണമായും പ്രതിപാദിക്കുന്നു. ദയവായി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദശാസ്ത്രപരമായ പ്രതിവിധികൾ പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് ഗ്രഹസ്ഥിതി വിശകലനം നോക്കാം. ഈ മാസം ഗ്രഹനില വളരെ സവിശേഷമാണ്. 1-ാം ഭാവത്തിൽ സൂര്യനും ബുധനും 1-ാം ഭാവത്തിലാണ്. ലഗ്നാധിപനായ ചൊവ്വ 12-ാം ഭാവത്തിൽ ശനിക്കൊപ്പം നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ശുക്രനാണ്. 3-ാം ഭാവത്തിൽ വ്യാഴമാണ്. 5-ാം ഭാവത്തിൽ കേതു. 11-ാം ഭാവത്തിൽ രാഹു. 12-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലഗ്നാധിപൻ 12-ൽ ശനിക്കൊപ്പം നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചില മാനസിക സമ്മർദ്ദങ്ങളും അനാവശ്യ ചിന്തകളും നൽകാം. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? 12-ാം ഭാവം എന്നത് വ്യയസ്ഥാനം മാത്രമല്ല, അത് നമ്മുടെ അബോധ മനസ്സിന്റെയും ഉറക്കത്തിന്റെയും ഏകാന്തതയുടെയും ഭാവമാണ്. അവിടെ കർമ്മത്തിന്റെ അധിപനായ ശനിയും ഊർജത്തിന്റെ അധിപനായ ചൊവ്വയും നിൽക്കുന്നു. ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നു? അതിന്റെ കാരണം ഈ ഗ്രഹങ്ങളുടെ യുദ്ധമാണ്. ചൊവ്വ വേഗതയെ ആഗ്രഹിക്കുന്നു, ശനി അതിനെ തടയുന്നു. ഈ സംഘർഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു തരം അസ്വസ്ഥതയായി മാറുന്നു. എന്നാൽ മെയ് 11-ന് ശേഷം ചൊവ്വ നിങ്ങളുടെ ലഗ്നത്തിലേക്ക് അഥവാ 1-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് രുജക് രാജയോഗം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വം, രൂപം, ആത്മവിശ്വാസം എന്നിവയിൽ വലിയൊരു ഉണർവ് മെയ് 11-ന് ശേഷം പ്രകടമാകും. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. മേടം രാശിക്കാർ പൊതുവെ ആരോഗ്യമുള്ളവരാണ്. പക്ഷേ ഈ മാസം 1-ാം ഭാവത്തിലെ സൂര്യൻ 10-ാം തീയതി വരെ ലഗ്നാധിപന്റെ 12-ാം ഭാവത്തിലെ സ്ഥാനം എന്നിവ നിങ്ങളെ ശാരീരികമായി തളർത്താം. ഉറക്കക്കുറവ് ഈ മാസത്തെ പ്രധാന പ്രശ്നമാണ്. 12-ാം ഭാവം ഉറക്കത്തെ സൂചിപ്പിക്കുന്നു. ശനിയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് മനസ്സ് അലഞ്ഞു തിരിയുന്നു. മെയ് 10 വരെ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. മെയ് 11-ന് ശേഷം ചൊവ്വ ലഗ്നത്തിൽ വരുമ്പോൾ പഴയ രോഗങ്ങൾ മാറുന്ന ഒരു റിക്കവറി പീരീഡ് ആണ്. വ്യായാമം ചെയ്യാത്തവർ ഈ സമയം വ്യായാമം തുടങ്ങി നോക്കണം. അത്ഭുതകരമായ ഫലമായിരിക്കും ലഭിക്കുക. വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കുറയാം. എന്നാൽ ലഗ്നത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നതുകൊണ്ട് മെയ് 15 വരെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഗവൺമെന്റ് പരീക്ഷകൾ, ജോലി സംബന്ധമായ ഇന്റർവ്യൂകൾ, അഡ്മിഷനുകൾ എന്നിവയുണ്ട് എങ്കിൽ മെയ് 15-ന് മുൻപുള്ള ഈ സമയം കൃത്യമായി ഉപയോഗിക്കുക. ഇത് വളരെ അനുകൂലമായ റിസൾട്ട് നൽകും. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ 15-ന് മുൻപ് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങൾ നോക്കുമ്പോൾ 5-ാം ഭാവത്തിലെ കേതു ചില വെല്ലുവിളികൾ കാണിക്കുന്നു. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, സൈലന്റ് ബ്രേക്കപ്പ്, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ്, വൈകാരികമായ അകലം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യത്തിലേക്ക് വരുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. 2-ാം ഭാവത്തിലെ ശുക്രന്റെ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക് പതിക്കുന്നു. ഇത് കുടുംബത്തിലെ ഐക്യം വർദ്ധിപ്പിക്കും. പങ്കാളിയിൽ നിന്ന് സാമ്പത്തികവും മാനസികവുമായ വലിയ പിന്തുണ ലഭിക്കും. തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോവുക. 7-ര ശനി 12-ൽ നിൽക്കുന്നതുകൊണ്ട് കരിയറിൽ ഒരു വലിയ അസംതൃപ്തി തോന്നാം. കഴിഞ്ഞ 4-5 മാസമായി ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമാണിത്. വിദേശയാത്ര, വിദേശ ജോലി, PR അപേക്ഷകൾ എന്നിവയ്ക്ക് അനുകൂലമാണ്. ബിസിനസ്സുകാർക്ക് 11-ലെ രാഹു വലിയ ലാഭം നൽകും. ഫോറിൻ കണക്ഷനുള്ള ബിസിനസ്സുകൾക്ക് ഇത് നല്ലതാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ റിസ്കുകളുണ്ട്. ഹിഡൻ ലോസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്
ആരുടെയും വാക്ക് കേട്ട് ചാടിപ്പുറപ്പെടാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുക. രണ്ടാമതൊന്ന് ആലോചിച്ച ശേഷം മാത്രം പുതിയ ഡീലിങ്ങുകൾ നടത്തുക. ശനി നിങ്ങളെ പരീക്ഷിക്കുന്നത് വീഴാനല്ല, ഉയരാനാണ്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ചൊവ്വാമന്ത്രവും ശനിമന്ത്രവും ജപിക്കുക. അത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഹനുമാൻ ചാലിസ ജീവിതചര്യയാക്കുക. ചൊവ്വയും ശനിയും ഒരുപോലെ സ്വാധീനിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഒരു കവചമാണ്. സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഒരു ചെമ്പു പാത്രത്തിൽ വെള്ളം, ഒരു നുള്ളു കുങ്കുമം, കുറച്ച് അരി, ഒരു ചുവന്ന പൂവ് എന്നിവയിട്ട് സൂര്യന് ജലാർപ്പണം നടത്തുക. മാതാപിതാക്കൾക്ക് ദിവസവും കുറഞ്ഞത് അരമണിക്കൂർ സമയം ചെലവഴിക്കുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അവരെ വേദനിപ്പിക്കരുത്. ഇത് നിങ്ങളുടെ രാശിക്ക് വലിയ ഗുണം നൽകും. ഈ മാസം നിങ്ങളെ പരീക്ഷിക്കുന്നതിന് പകരം ശനിദേവൻ നിങ്ങളെ ഒരു പുതിയ വ്യക്തിയായി മാറ്റിയെടുക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ.